ഹലോ ആൾ, കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. വരാനിരിക്കുന്ന ലബോറട്ടറി അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഇതെന്തായാലും യൂസ്ഫുൾ ആകും. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഉത്തരം 2. എന്താണ് ഷെല്ലുകൾ? നീൽസ് ബോറിൻ്റെ അറ്റോമിക് മോഡൽ അനുസരിച്ച് ഇലക്ട്രോണുകളൊക്കെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു വൃത്താകൃതിയിൽ കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൃത്താകൃതിയിലുള്ള പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയുന്നത്. KLMN എന്നൊക്കെയാണ് ഷെല്ലുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. പ്രതലബലം എന്നാൽ എന്താണ്? ഒരു ലിക്വിഡിൻ്റെ ഉപരിതലത്തിലെ തന്മാത്രകൾ സൈഡുകളിലേക്കും അതേപോലെ അകത്തേക്കും മാത്രമാണ് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സർഫസ് ഒരു പാട പോലെ ഉണ്ടാകും. ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയാണ് ചെയ്യുക. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ ചേർന്നതാണ് ന്യൂക്ലിയസ്. അതിനെ ചുറ്റിക്കറങ്ങുന്നതാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിന് ചാർജ് ഇല്ല. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണാണുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ബാക്കിയുള്ള ധാതുക്കൾ ഏതൊക്കെയാണെന്നറിയോ? മാഗ്നറ്റൈറ്റ്, ഗോതൈറ്റ്, ലിമോണൈറ്റ്. ഇതൊക്കെ ഇരുമ്പിൻ്റെ ധാതുക്കളാണ്. അതുപോലെ അലുമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ ധാതു. അടുത്ത ക്വസ്റ്റ്യൻ, വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിൻ്റെ രാസസൂത്രം NaOH കേട്ടോ. അപ്പോൾ പെട്രോളിയം നിർമ്മാണത്തിനും അതിൻ്റെ റിഫൈനിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തവും ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, അതേപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, ഇതൊക്കെ ഓക്സിജൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ്. ഈ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഈ ലോഹങ്ങളൊക്കെ ചേർന്നാണ് ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. മാസ് നമ്പർ 1 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? അത് പ്രോട്ടിയാണ്. മാസ് നമ്പർ 2 ഉള്ളത് പറഞ്ഞു. മാസ് നമ്പർ 3 ആയുമ്പോൾ ഐസോട്ടോപ്പിൻ്റെ പേര് ട്രിഷിയാണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്. ദ്രവ്യത്തിന് 3 അവസ്ഥകൾ നമുക്ക് പരിചിതമായിരിക്കും: ഖരം, ദ്രാവകം, വാതകം എന്നിവ. 4ാമത്തെ അവസ്ഥ ഏതാണ്? 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.